الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ടും ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം അസ്വസ്ഥമാക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തിന്റെ അനേകം ഉത്തരങ്ങളിൽ ഒരു പ്രധാന ഉത്തരമാണ് ഭയം എന്നുള്ളത്. ഒരു കാര്യത്തിൽ പേടി വന്നുപോയാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷവും, ആ ജീവിതത്തിന്റെ സുഖവും, അതേപോലെ തന്നെ അതിന്റെ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു. എന്തെങ്കിലും ഒരു പേടി, കുറച്ച് കടം വീട്ടാണ്ടല്ലോ, അല്ലെങ്കിൽ മാരകമായൊരു രോഗത്തിന് ഞാൻ അടിമയാണല്ലോ, അല്ലെങ്കിൽ എന്റെ സുരക്ഷിതത്വത്തിന് പ്രശ്നങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും തരത്തിലൊരു ഭയം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അവന് ജീവിതം ആസ്വദിക്കാനാവില്ല. ചിലപ്പോൾ നല്ല വീടുണ്ടാവാം, ഭക്ഷണമുണ്ടാവാം, കുടുംബജീവിത സൗകര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഒരു പേടിയോടുകൂടെ ജീവിതം ആസ്വദിക്കുക, അനുഭവിക്കുക എന്നത് പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആസ്വാദകരമായിട്ടുള്ള ജീവിതത്തിന്റെ സമ്പൂർണ്ണതയെന്ന് പറയാവുന്ന സുഖലോലുപതയുടെ ഏറ്റവും വലിയ സുഖാനുഗ്രഹത്തിന്റെ ലോകം സ്വർഗം. അവിടെ ഇല്ലാത്ത ഒന്ന് പേടിയാണ്. സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അധികമായി ഖുർആൻ പറഞ്ഞ കാര്യമാണ് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ദുഃഖവുമില്ല, അതേപോലെ തന്നെ ഭയവുമില്ല. ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം സംഭവിച്ചാൽ അത് ദുഃഖമായി മാറും. എനിക്ക് രോഗം വരുമോ എന്നതാണ് എന്റെ ഭയമെങ്കിൽ രോഗം വന്നുപോയാൽ അതൊരു ദുഃഖമായി മാറും. ഭയവും ദുഃഖവുമില്ലാത്ത ഒരു ലോകമാണ് സ്വർഗം. അപ്പോൾ ഭയത്തിൽ നിന്ന് എത്രമാത്രം മുക്തമായി ജീവിക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മുടെ ജീവിതം നമുക്ക് ആസ്വാദകരമായിരിക്കും. ഇപ്പൊ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ ഇപ്പൊ ജീവിതത്തിൽ ഒരു സുഖമില്ലാത്തത് എന്ന് ചോദിച്ചാൽ പേടിച്ചാണ് ജീവിക്കണം.
വ്യത്യസ്തമായ ഭയങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, ഭയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് പരിഹാരം നമ്മൾ ആലോചിക്കണം. നിർഭയ ജീവിതം, ഭയമില്ലാതെ ജീവിക്കുക, അതാണ് നമ്മുടെ മതപരമായ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ആ ഭയമില്ലായ്മ ഇവിടെ അത്രല്ല, പരലോകത്തും ഭയം ഉണ്ടാവരുത്, ഇവിടെയും ഭയം ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മളൊരു മുസ്ലിമിനെ, യഥാർത്ഥ മുസ്ലിമിനെ നമ്മൾ എന്താ വിളിക്കുക? അൽ മുഅ്മിൻ എന്നാ വിളിക്കുക. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ നിർഭയനാണ്, പേടിയില്ലാത്തവണ്. വിശ്വാസിയാകുന്നതോടുകൂടെ ഇങ്ങനെ പേടിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിശ്വാസത്തെ, നമ്മൾ വിശ്വസിച്ച കാര്യങ്ങളെ കുറിച്ച് നാം ആവർത്തിച്ച് ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പേടില്ലാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാതാക്കുക എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും സാധ്യമല്ലാത്ത ഒന്നാണ്. ലോകത്തെ പല പ്രതിഭാസങ്ങളും നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. ലോകത്തെന്തെങ്കിലും ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുമോ സുഹൃത്തുക്കളെ? നമ്മുടെ സ്വന്തം ജനിച്ച നാടിന്റെ പ്രശ്നങ്ങൾ, സുരക്ഷിതത്വ പ്രശ്നങ്ങൾ, അസ്തിത്വ പ്രശ്നങ്ങൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ പരിമിതികളില്ലേ? അതിനെല്ലാറ്റിനും പരിമിതികളുണ്ട്. രോഗമില്ലാതെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കും, ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യാം. എന്നാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഒരു രോഗം വരൂലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കഴിവിൽ പെടാത്ത കുറെ കാര്യങ്ങളുണ്ട്, കുറച്ചൊക്കെ നമ്മുടെ പരിമിതിയിൽപ്പെട്ട കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ വിചാരിക്കുന്നുവോ ഭയപ്പെടുന്നു അതൊക്കെ സംഭവിക്കും, സംശയമല്ല. ഏറ്റവും അധികം പേടിക്കുന്നത് എന്താ? മരണല്ലേ. എന്തായാലും വരും, യാതൊരു സംശയമല്ല. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. നീ മരിക്കും, അവരെല്ലാവരും മരിക്കും. രോഗമുണ്ടെങ്കിലും മരിക്കും, രോഗമില്ലെങ്കിലും മരിക്കും, അപകടങ്ങൾ സംഭവിച്ചാലും മരിക്കും, ഇല്ലെങ്കിലും മരിക്കും. ജീവിതത്തിൽ എത്ര ആരോഗ്യത്തോടെ ജീവിച്ചാലും ഒരു സമയത്ത് മരണമെന്ന അനുഭവം ഇല്ലാതിരിക്കാൻ പറ്റൂല. അപ്പൊ ഇത് പേടിച്ചിട്ട് കാര്യമില്ല. മരണത്തെ പേടിച്ചിട്ട് എന്ത് കാര്യം? അത് നേരത്തെ ആയാലും വൈകിയായാലും എല്ലാം മരണമാണോ നമുക്ക് പേടി? എങ്കിൽ അത് വരാനുള്ളത് തന്നെയാണ്. പിന്നെന്താണ് സുഹൃത്തുക്കളെ പേടി? ഈ ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണോ പേടി? എങ്കിൽ അതെല്ലാം നഷ്ടപ്പെടാനുള്ളത് തന്നെയാണ്. നഷ്ടപ്പെടാനുള്ളത് തന്നെയാണ്. ആധാരത്തിലെ, നിങ്ങൾ താമസിക്കുന്ന ഭൂമിയുടെ ആധാരത്തിലെ പേരിൽ നിന്ന് എന്റെയും നിങ്ങളുടെയും പേര് മക്കൾ നീക്കം ചെയ്യും. അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. ഈ ശരീരത്തിലെ ഒരാന്തരാവയവവും ഒരു ബാഹ്യാവയവവും തങ്ങി നിൽക്കാതെ മണ്ണുകൾ അതിനെ പൂർണ്ണമായി തിന്നു തീർക്കും. ഇതൊന്നും സംഭവിക്കാതിരിക്കുന്നതൊക്കെ സംഭവിക്കും. നമ്മൾ എന്തൊക്കെ പേടിക്കുന്നുവോ അതൊക്കെ ഒരു സമയത്ത് ഇവിടെ സംഭവിക്കാനുള്ളത് തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെട്ട് ശാന്തമായി കിട്ടേണ്ട ഒരു ഉറക്കം എന്തിന് കളയണം സുഹൃത്തുക്കളെ? സ്വസ്ഥമായി കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, ഇതൊക്കെ ആലോചിച്ചിരുന്ന് താടിക്ക് കൈകൊടുത്ത് ബേജാറായിരിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് നമ്മുടെ വിശ്വാസത്തെയും ദീനിനെയും ഒന്നുകൂടെ ആവർത്തിച്ച് മനസ്സിനെ ബോധ്യപ്പെടുത്തിയാൽ ഈ ഭയങ്ങളൊന്നും നമ്മുടെ അടുക്കലേക്ക് വരൂല. ഈ ദുനിയാവാണോ നമ്മളെ ഭയപ്പെടുത്തുന്നെങ്കിൽ വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാഅ്. നിങ്ങൾ വലിയ കാര്യമായിട്ട് വിചാരിക്കേണ്ട ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അള്ളാഹ് പറയാണ്, ഒരു മഴ പെയ്തിട്ട് ആ മഴയത്ത് സമൃദ്ധമായി നിൽക്കുന്ന ഫലങ്ങൾ കായ്ച്ചു നിൽക്കുന്ന, കൊടുങ്കാറ്റുകളിൽ ഇളകാതെ പിടിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളില്ലേ, മരങ്ങളില്ലേ, ചെടികളില്ലേ ഭൂമിയിൽ, അതുപോലെയാണ്. അതൊന്നും അങ്ങനെ ഉണ്ടാവൂ? ഇല്ല. അത് വെയില് വരും, ഉണങ്ങും, വെള്ളം പോകും, കരിയും. തദ്റൂഹു റിയാഹ്, കാറ്റുകൾ അതിനെ പാറിപ്പിച്ച് തുരുമ്പായി പോയിക്കൊണ്ടിരിക്കും. നല്ല യുവത്വത്തിലും ജീവിത സൗഭാഗ്യത്തിലുമൊക്കെ ഇരിക്കുമ്പോ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും വിചാരിക്കും. ഇതൊക്കെ അതുപോലെ ദ്രവിച്ച് തുരുമ്പായി ജീവിതത്തിൽ ഒന്നും അവശേഷിക്കാതെ പോകാനുള്ളതാണ്. പിന്നെ എന്താ സുഹൃത്തുക്കളെ പരിഹാരം? ഒന്നും പേടിക്കേണ്ടതില്ലാത്തവർക്ക് ആർക്കറിയോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാക്കിൽ ഒതുക്കി പറഞ്ഞത്. ആ വാക്ക് നമ്മളിലുണ്ടോ നമുക്കൊന്നും പേടിക്കാൻ. എന്താണ് ആ വാക്ക്? ഇസ്തിഖാമ. എന്താ ഇസ്തിഖാമത്ത്? നേരെ ചൊവ്വേ ജീവിക്കുക. ഇന്നുറപ്പുണ്ടോ എനിക്കും നിങ്ങൾക്കും ഇസ്തിഖാമത്തോടുകൂടെ അള്ളാഹുവിലേക്ക്, സ്വർഗത്തിലേക്കുള്ള ഒരു സിറാത്തുൽ മുസ്തഖീം ഉണ്ട്. ഐക്കണ് കേറിയിട്ട് അറിഞ്ഞിടത്തോളം ദീനീ വിവരങ്ങൾ വെച്ചുകൊണ്ട് പരമാവധി രഹസ്യത്തിലും പരസ്യത്തിലും മര്യാദയോടെ ജീവിക്കുന്നവന് ഈ ലോകത്തും പരലോകത്തും ഒന്നും പേടിക്കല്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ
വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തീർത്തു തരാൻ ഞങ്ങളുടെ റബ്ബുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും തുമ്മസ്തഖാമൂ എന്നിട്ട് നേരെ ചൊവ്വേ ജീവിക്കുക, ഇസ്തിഖാമത്തോടുകൂടെ ജീവിക്കുകയും ചെയ്താൽ അവരൊന്നും പേടിക്കല്ല. എന്താ ഇസ്തിഖാമത്ത്? ഇബ്നു റജബ് റഹ്മഹുല്ലാ പറഞ്ഞു, വൽ ഇസ്തിഖാമ ഹിയ സുലൂഖുസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം ഫാത്തിഹയിൽ ഓതല്ലേ സിറാത്തുൽ മുസ്തഖീം, ഐക്കണ്ട് കേറുക. വഹിയ ദീനുൽ ഖയ്യിം മിൻ ഗൈരി തഅരീജിൻ അൻഹു യുംനതൻ വലാ യുസ്റതൻ. ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും തിരിഞ്ഞു നോക്കാതെ നമ്മൾ ദീനിന്ന് എന്താണോ പഠിച്ച് മനസ്സിലാക്കിയത് അത് വിട്ടുവീഴ്ചയില്ലാതെ കൊണ്ടു നടക്കുക. എല്ലാം അതിൽപ്പെടും. നിസ്കരിക്കുമ്പോ നേരെ നിസ്കരിക്കുക, പരലോകത്ത് കൂലി കിട്ടണ പോലെ നിസ്കരിക്കുക. സ്വഭാവ സംസ്കാരങ്ങളിൽ റസൂലുള്ളയുടെ മാതൃകകളെ സ്വീകരിക്കുക, ദിക്റുകളും ദുആകളും എല്ലാം നിർവഹിക്കുക. എന്തൊക്കെയാണോ നമ്മളോട് ജീവിതത്തിൽ പറഞ്ഞ കൽപ്പനകളും വിരോധങ്ങളും അതെല്ലാം അത്തമസ്സുകു ബിദ്ദീൻ കുല്ല, ദീൻ മുഴുവനും സ്വീകരിക്കുക, എല്ലാം പൂർണ്ണമായി സ്വീകരിക്കുക, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുക എന്നാണ്. പിന്നെ അബി അംർ റളിയല്ലാഹു അൻഹു, അബി അമ്രത്ത് ഒരു സുഫിയാൻ ഇബ്നു അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു, പ്രവാചകരോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, എനിക്കൊരു വാക്ക്, ഇസ്ലാം എന്നൊരു വാക്കുകൾ എനിക്ക് പഠിപ്പിച്ചാണ്. ആ വാക്ക് സമ്പൂർണമായിരിക്കണം. ലാ അസ്അലു അൻഹു അഹദൻ ഗൈറഹു, മറ്റൊരാളോട് ചോദിക്കേണ്ടി വരാത്ത സമ്പൂർണമായൊരു വാക്ക്, എനിക്കെപ്പോഴും ആലോചിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരാശയം. നബി പറഞ്ഞു, കുൽ ആമൻതു ബില്ലാ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയാം, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയാം. തുമ്മസ്തഖിം, പിന്നെ നേരെ ചൊവ്വേണ് ജീവിച്ചാൽ മതി. എന്തൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ ശരികളുള്ളത്, ദീനുള്ളത്, അതനുസരിച്ച് ജീവിച്ചാൽ മതി എന്നാണ്. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ പറഞ്ഞു, ഫൽ ഇസ്തിഖാമ കലിമത്തുൻ ജാമിഅ, ആ പദത്തിൽ എല്ലാമുണ്ട്. ആഖിദത്തുൻ ബിമജാമിഇദ്ദീൻ, ദീനിനെ മുഴുവനായി സമ്മേളിപ്പിക്കുന്ന ഒരു പദമാകുന്നു അത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് സത്യസന്ധമായ ഒരു മുസ്ലിമായി ജീവിക്കുക. സുഹൃത്തുക്കളെ, എന്താ ഈ ലോകത്ത് പേടിക്കാനുള്ള? ഒന്നും പേടിക്കാനില്ല. ഇതേ ആശയം നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്കാഫിലും പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ റബ്ബ് അല്ലാഹ് പ്രഖ്യാപിച്ച് ഇസ്തിഖാമത്തോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ അവനൊന്നും പേടിക്കാനില്ല, ഒന്നും ഭയപ്പെടാനുമില്ല. അടുത്ത ആയത്ത് എന്താ? ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ സ്വർഗ്ഗക്കാരാണ്, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് സ്വർഗ്ഗം കിട്ടുന്നതാണ്. സുഹൃത്തുക്കളെ, എല്ലാറ്റിന്റെയും പരിഹാരമായിട്ട് ഖുർആൻ പറയുന്നത് ഇസ്തിഖാമത്താണ്. ഇപ്പൊ എവിടെങ്കിലുമൊക്കെ നമ്മൾക്ക് പറ്റുന്ന നമ്മുടെ ദേഹേച്ഛകളോ അല്ലെങ്കിൽ ശൈത്താനോ ജീവിത സാഹചര്യങ്ങളോ ഭൗതികതയുള്ള ആർത്തികളോ ഒക്കെ നമ്മുടെ റൂട്ട് തെറ്റിക്കും. ആ റൂട്ട് തെറ്റിക്കുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, നമ്മൾ അപകടത്തിലേക്ക് നീങ്ങുന്നത്, നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നതൊക്കെ പലപ്പോഴും അപ്പോഴാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, വഅല്ലവിസ്തഖാമൂ അലത്ത്വരീഖ വഅല്ലവിസ്തഖാമൂ അലത്ത്വരീഖ, ശരിയായ മാർഗത്തിൽ അവർ നേരെ ചൊവ്വേ നിലനിന്നിരുന്നുവെങ്കിൽ ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ, സമൃദ്ധമായ വെള്ളം, ജീവിത വിഭവങ്ങൾ അവർക്ക് നൽകും. ഒന്നും പേടിക്കേണ്ട, നേരെ ചൊവ്വെ ജീവിച്ചാൽ അള്ളാഹു ഭൂമിയിൽ നമുക്ക് കഴിഞ്ഞുകൂടാനുള്ള ഏർപ്പാടുകൾ ആക്കിത്തരുമെന്നാണ്. ഇതേ പദം അള്ളാഹു വീണ്ടും ഉപയോഗിക്കുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. സൂക്ഷ്മതയോടുകൂടെ തഖ്വയോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്തുകളുടെ വാതിലുകൾ അത് തുറന്നു കൊടുക്കും. ഒന്നായിട്ട് അനുഗ്രഹങ്ങൾ ഒഴുകി വരാൻ തുടങ്ങുന്നതാണ്. അത് അള്ളാഹു തരുന്ന വാഗ്ദത്തമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഒരു ആത്മപരിശോധന അതാണ്. നമ്മളൊക്കെ അറിവില്ലാത്തവരാണ്, അറിവ് കുറഞ്ഞവരാണ്. പക്ഷെ ഉള്ള അറിവിനനുസരിച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടുകൂടെ എവിടെ പിഴവ് പറ്റിയോ അത് തിരുത്തി ജീവിക്കുക എന്നല്ലാതെ വെറുതെ പേടിച്ച് ഉറങ്ങാതിരുന്നിട്ടോ അസുഖങ്ങൾ വരുത്തിയിട്ടോ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടോ അറ്റാക്ക് വരുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. സമാധാനമായിട്ട് നമ്മൾ ജീവിക്കുക. ഇനി വരാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ വരാനുള്ളത് തന്നെയാണ്. പറഞ്ഞല്ലോ, രോഗം വന്നാൽ എന്താ? മരിക്കുക ചെയ്യുക, അല്ലെങ്കിൽ മരിക്കൂലേ സുഹൃത്തുക്കളെ? അപകടം പറ്റിയാൽ എന്താ ഉണ്ടാവുക? മരിക്കുക ചെയ്യുക, അല്ലെങ്കിൽ മരിക്കൂലേ? മരിക്കും, യാതൊരു സംശയക്കാര്യത്തിലില്ല.
ഈ സ്വത്തും സമ്പത്തും പോകുമെന്നാണോ പേടി? ഇതൊന്നും നമ്മളെത്ത് നിൽക്കൂല. ഒക്കെ പിന്നിക്കിട്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകേണ്ടി വരും. വന്ന പോലെ പോകേണ്ടി വരുന്നതാണ്. അപ്പൊ അത്ര ഉറപ്പ് അള്ളാഹു നമുക്ക് തരുമ്പോൾ വെറുതെ നഷ്ടപ്പെടാനുള്ള ഭൗതിക ജീവിതത്തിലെ നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ആയുസ് കുറക്കുന്നതിനേക്കാളും ജീവിതത്തെ ബുദ്ധിമുട്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇതൊക്കെ വിശ്വസിച്ച്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ദീനിന്റെ പ്രബോധനം എന്ന് പറഞ്ഞാൽ ആളുകളിൽ നിർഭയത്വം സൃഷ്ടിക്കലാണ്. ദീൻ ഉൾക്കൊള്ളുമ്പോൾ നമുക്കുണ്ടാവുക ഭയം നീങ്ങിപ്പോവുക ചെയ്യുക. മാത്രമല്ല അതിന്റെ രണ്ടാമത്തെ ഫലം എന്താണ് അറിയുന്നത്? മനുഷ്യന് വേണ്ട രണ്ടാമത്തെ കാര്യം സുരക്ഷിതത്വമാണ്. ഒരു വീട് എന്തിനാ സുഹൃത്തുക്കളെ? നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ കേന്ദ്രമാണ് വീട് തന്നെ. ആ സുരക്ഷിതത്വം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ള ചെയ്യണ്ടെന്ന് പറഞ്ഞ് ചെയ്യാതെക്കുക, അള്ള ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതന്നെയുള്ളൂ, വേറെ പരിഹാരമാർഗമല്ല. എവിടെ തെറ്റുന്നുവോ അവിടെ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റി വിരോധങ്ങൾ ഉപേക്ഷിക്കുക. അത് ഇസ്തിഖാമത്തുണ്ടാകുമ്പോൾ ഉണ്ടാകും. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിൽക്കും, കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? സ്വീകരിക്കും. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എല്ലാം നമ്മളത് പാലിക്കുവാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ ചിലത് നമ്മൾ ബോധപൂർവം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ നിലപാടുകളാണ്. നോക്കൂ നിങ്ങൾ, വിശാലമായ ഒരു മതേതരത്വ നാടാണിവിടെ. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സുഹൃത്തുക്കൾ, ഈ മതേതരത്വത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ ബോധപൂർവം ഓരോ മതങ്ങളെയും വിഭാഗങ്ങളെയും ഓരോ ശത്രുതയിലാക്കി തീർത്ത് അതിന്റെ പേരിൽ മുതലെടുപ്പ്, അതാണ് പുതിയ രാഷ്ട്രീയ നയങ്ങളും കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നവർ. നമ്മൾ ആലോചിക്കേണ്ടത് ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഒരു സൗഹൃദ ബന്ധം, മാനുഷിക സൗഹൃദ ബന്ധം നമ്മുടെ നാട്ടിലുണ്ട്. അതെന്ന് തകരുന്നുവോ അന്ന് നമ്മുടെ നാടും മറ്റു നാടുകളെ പോലെയാകും. അതുകൊണ്ടാണ് ന്യൂനപക്ഷമായി മദീനയിലേക്ക് വന്നപ്പോൾ അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തപ്പെടേണ്ട പ്രബോധിതരായിട്ടുള്ള ജൂത ക്രിസ്ത്യാനികളോടൊക്കെ അയൽവാസികൾ ഒരു നാട്ടുകാർ എന്ന നിലക്ക് പുറത്തുനിന്ന് വരാൻ, മക്കത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ശത്രുക്കളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ സന്ധിക്കും അതേപോലെ തന്നെ കൂട്ടായ്മക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായത് അവരുടെ വിശ്വാസം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടല്ല, മറിച്ച് നാടിന്റെ അസ്തിത്വം നിലനിൽക്കാൻ അത്തരം കാര്യം. അതുകൊണ്ട് നാം പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ, നാം പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ, നമ്മുടെ ആളുകൾക്കിടയിലുള്ള സംസാരങ്ങൾ, ഇതൊന്നും വർഗീയത കലർന്നതാവരുത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഒരു മനുഷ്യ സൗഹാർദ്ദത്തിന്റെ പേരിൽ മതതത്വങ്ങളെയല്ല, അവനവന്റെ മതമനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം അത് ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ വലം യുഖ്രിജുകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. അല്ലാഹു പറയാണ്, നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്തവർ, നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർ, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. അല്ലാഹു പറഞ്ഞ പിന്നെന്താ ആവശ്യം? അൻ തബറൂഹും, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. വതുഖ്സിതു ഇലൈഹിം, നമ്മളതല്ലാത്തൊരു സമുദായമാണെന്നതുകൊണ്ട് അവനോടൊരു വിരോധം, അവനോടൊരു അനീതി, അവന്റെ ഒരു പ്രശ്നം ശരിയാവാതിരിക്കാൻ ഒരു ആഗ്രഹം, അവന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹം, അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹം അല്ല. മാനുഷികമായി നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമുക്കൊക്കെ ലഭിക്കുന്ന പോലെ മറ്റുള്ളവർക്കും ലഭിക്കണം. പുണ്യകരമായ ഒരു സമീപനം, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവർക്ക് ഭൗതിക നേട്ടത്തിന്റെ ഭാഗമാകുമ്പോൾ നമുക്കത് വിശുദ്ധ ഖുർആന്റെ ആശയത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. മറ്റൊരു കാര്യം സുഹൃത്തുക്കളെ, പ്രബോധനമാണ്. നാം വളരെ കൃത്യമായി നിർവഹിക്കണം. അള്ളാഹുവിന്റെ ഈ ദീൻ സർവർക്കും, നമുക്ക് 4 പേർക്കല്ല, ലോകത്തുള്ള എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനുള്ള വിശാല സംവിധാനങ്ങളുണ്ട്. അള്ളാഹ് നമുക്ക് തന്നൊരു ഉറപ്പതാണ്. വലഖദ് അർസൽനാ മിൻ ഖബ്ലിക റുസ്ലൻ ഇലാ ഖൗമിഹിം ഫജാഊഹും ബിൽ ബയ്യിനാത് ഫന്തഖംനാ മിനല്ലദീന അജ്റമൂ വകാന ഹഖ്ഖൻ അലൈനാ നസ്റൽ മുഅ്മിനീൻ. അള്ളാഹു നമുക്ക് തരുന്നൊരു ഉറപ്പാണ്. പ്രവാചകന്മാർ വന്നു, അപ്പൊ ജനങ്ങൾ ഓൽക്കെതിരെ തിരിഞ്ഞു, അവരെ പുറത്താക്കാനും ആക്രമിക്കാനും തുടങ്ങി. അപ്പൊ അള്ളാഹ് ഇടപെട്ടു. അങ്ങനെ സത്യവിശ്വാസികളെ സഹായിക്കൽ എന്റെ കടമയാണെന്നാണ്. പ്രബോധനം ഭംഗിയായി നിർവഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രബോധനം ചെയ്യുന്ന വിശ്വാസികളുടെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറൊന്നും ആലോചിക്കേണ്ട. നമ്മുടെ സുരക്ഷിതത്വത്തിനും നിലനിൽപ്പിനും ഏറ്റവും പ്രധാനം അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഈ സത്യമതത്തെ, ഈ വെളിച്ചത്തെ എല്ലാവരുടെയും പരലോകത്തെയും ഇഹലോകത്തെയും രക്ഷയ്ക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമ യഖൂമുൽ അശ്ഹാദ്. പ്രവാചകന്മാരെ സഹായിക്കുക എന്നത്, സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത്
നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. അവരെ നമ്മൾ സഹായിക്കുക തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശരിയായ വിശ്വാസികളായി ജീവിക്കുകയും ശരിയായി ഈ ദീനിനെ മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നതിനുള്ള കാര്യം നമ്മുടെ സുരക്ഷയുടെ ഭാഗമാണ്, സുരക്ഷിതത്തിന്റെ ഭാഗമാണ്. നിർഭയത്വത്തോടുകൂടെ ജീവിക്കുവാനും സുരക്ഷിതമായ ഒരു ജീവിത ചുറ്റുപാടിൽ കഴിഞ്ഞുകൂടാനും വീണ്ടും നമ്മുടെ വിശ്വാസത്തെയും നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിനെയും കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഇസ്തിഖാമത്തോടെ ജീവിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യമാണ് ഒരു നേതൃത്വത്തെ അംഗീകരിക്കാൻ. ഒരു വ്യവസ്ഥാപിതമായ നേതൃത്വമില്ലാത്ത ഒരു സമൂഹം അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് അവർക്ക് വിശ്വാസവും പ്രതീക്ഷയും അർപ്പിക്കാൻ പറ്റുന്ന ഏത് രംഗത്തും, അത് മതരംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഒരു രാജ്യത്തിനാണെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതൃത്വം ഉണ്ടാവണം. അങ്ങനെ ഒരു നേതൃത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യരാണ്, അവർക്ക് എന്ത് തകരാറുണ്ട്. ആ തകരാറുകളുടെ പിറകെ കൂടാതെ അവരുടെ നേതൃത്വത്തിൽ നല്ല കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്ക് നമുക്ക് പറയാം, മൻ നസഅ യദൻ മിൻ തഅതി, അനുസരണത്തിന്റെ കൈ അതൊരാൾ പൊട്ടിച്ചാൽ, ഒഴിവാക്കിയാൽ, അനുസരണക്കേട് കാണിച്ചാൽ, ലം തകുൻ ലഹു ഹുജ്ജ, അവന് പിന്നെ ഒരു തെളിവുണ്ടാവില്ല യൗമുൽ ഖിയാമ, ഖിയാമത്തു നാളിൽ. വമൻ മാത മുഫാരിഖൽ ജമാഅ, ഒരു ജമാഅത്തിനോട് ഒരു സംഘത്തുനിന്ന് ഒരാള് വേർപിരിഞ്ഞു പോയി മരണപ്പെട്ടാൽ ഫഇന്നഹു യമൂതു മൗതതൻ ജാഹിലിയ്യത്ത്, അവനൊരു ജാഹിലിയ മരണം കൈവരിച്ചിരിക്കുന്നു എന്നാണ് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഒരു നല്ല നേതൃത്വം, ആ നേതൃത്വത്തെ അംഗീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വേണം. നമുക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ കൂട്ടായ പരിശ്രമങ്ങൾക്ക് നാട്ടിലാണെങ്കിലും ഒരു പള്ളിയിലാണെങ്കിലും ഒരു രാജ്യത്തിലാണെങ്കിലും ഒക്കെ ഒരു കൂട്ടായ്മകൾക്ക് പലതും ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് നമ്മുടെ ആദർശവും നമ്മുടെ കാഴ്ചപ്പാടുകളും പൊരുത്തപ്പെടുന്ന കൂട്ടായ്മകളോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹു ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, വന്നുപോയ തെറ്റുകളെ, അപാകതകളെ, പിഴവുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. നിർഭയത്വത്തോടുകൂടിയുള്ള ജീവിതവും സുരക്ഷിതമായിട്ടുള്ള ഒരു സാമൂഹികാവസ്ഥയും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ചില ആളുകൾ അവരുടെ ഉമ്മക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും അള്ളാഹു നീ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ റഹ്മാനെ. നമ്മുടെ ഒരു സഹോദരിയുടെ മാതാവ് ഇന്ന് നമ്മുടെ മഹലിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുകയും ഖബറുകളെ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറമ മുഖാമ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.